ഹലോ, ഞാനിന്ന് ഒരു കൂന്തൽ റെസിപ്പിയാണ് ചെയ്യുന്നത്. കൂന്തൽ വരട്ടിയത്, അതായത് കണവ റോസ്റ്റ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം ഒരു മണ്ണിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി അത് നല്ലതുപോലെ ചൂടായി നല്ലപോലെ വഴന്ന് വരണം. ഞാൻ കുറച്ച് ചൂടാവുന്നതിന് മുന്നേ തന്നെ ഇട്ടതുകൊണ്ട് ചൂടായി കിട്ടുന്നുള്ളൂ. അപ്പോൾ ചൂടായിട്ട് ഇടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അത് നല്ലപോലെ ചൂടായിട്ട് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ആ കറിവേപ്പിലയും ആ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി ഇങ്ങനെ വഴന്ന് നല്ലതുപോലെ വഴറ്റിയെടുത്ത ശേഷം ഒരു 3 പച്ചമുളക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ചിട്ടുള്ള മുളക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി അതിൻ്റെ കൂടുതൽ എടുക്കാം, എരിവ് ആവശ്യമുള്ളവരാണെങ്കിൽ. ഇനി നമ്മളിതിലേക്ക് മുളക് പൊടി ഇടും, അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് വലിയ ഉള്ളി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. 2 ടൈപ്പ് ഉള്ളി എടുത്തിട്ടുണ്ട്. വലിയ ഉള്ളിനേക്കാൾ കൂടുതൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോഴാണ് ടേസ്റ്റ് കൂടുക. ചെറിയ ഉള്ളി കൂടുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടും. ഇനി ഇതൊക്കെ പാടിട്ടിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴന്ന് വരണം. അതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടാനുള്ള സീക്രട്ട്. നല്ലതുപോലെ വഴറ്റിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതായത് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇപ്പം തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കത് വഴന്ന് വേഗം കിട്ടും ചെയ്യും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു പരുവാകുമ്പോൾ ഇനി ഒന്നും കൂടി വഴറ്റണം എന്നുള്ളവരാണെങ്കിൽ ഒന്നും കൂടി വഴറ്റാം. ഞാൻ പിന്നെ കുറച്ച് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 തക്കാളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഞാനിതിലേക്ക് പുളി ഇട്ട് കൊടുക്കണോണ്ട് വാളംപുളി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ 2 തക്കാളി എടുത്തേക്കണത്. നിങ്ങൾ ഇനി വാളംപുളി ഇടാതെയാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ 3 തക്കാളി എടുത്തോളി, അപ്പം പുളി കിട്ടും. ഇനി നമുക്കിത് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ആ തക്കാളി അതിൽ ഉടഞ്ഞ് ചേർന്നതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതിൽ മഞ്ഞൾ, മുളക്, മല്ലി, ഗരം മസാല, ഈ പൊടികളൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ പൊടിയുടെ ഒരു പച്ചക്കുത്ത് മാറോളം നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എല്ലായിടത്തേക്കും ആക്കിയിട്ട് അതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരുവോളം ഇളക്കി കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ എണ്ണ അങ്ങനെ തെളിഞ്ഞ് വന്ന പോലെ തോന്നുന്നുണ്ടാവും. അങ്ങനെ തെളിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച കൂന്തൽ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിട്ടിട്ട് അതും അതേപോലെ നല്ലപോലെ ഇളക്കി കൊടുക്കണം. ആ കൂന്തളിൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല എത്തുന്ന രീതിക്ക് ഇളക്കിയെടുക്കാം. പിന്നെ നമ്മൾ ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കണമൊന്നുമില്ല. അതിൽ അടച്ച് വെച്ച് കഴിക്കുമ്പോൾ വെള്ളം വരും, തന്നെ വെള്ളം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ കണ്ട മസാല പിടിക്കാത്ത പോലെ തോന്നും. അതിനൊരു വെന്ത് കഴിഞ്ഞാൽ മസാല വരും. ഇതാ ഞാൻ പറഞ്ഞ പുളിയുടെ ഒരു പീസ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇതാ വെന്തതിന് ശേഷം അതിൽ കണ്ടില്ല വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാൻ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ല. അതിലുള്ള വെള്ളം കൂന്തൽ വേകുമ്പോൾ തന്നെ വെള്ളം ഇറങ്ങി വരും. ആ വെള്ളമാണിത്. അതിൽ കടന്ന് നല്ലതുപോലെ വരട്ടിയെടുക്കാം. ഇതിൽ കൂടുതൽ വരട്ടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നല്ലപോലെ ഒന്നും കൂടി കുറേ നേരം കത്തിച്ച് വഴറ്റിയെടുക്കാം. ഞാൻ ഈ ഒരു പരുവത്തിലാണ് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ കൂന്തൽ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ചോറുക്കൊക്കെ കൂട്ടിയിട്ട് ചപ്പാത്തിക്ക് അങ്ങനെയൊക്കെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് എടുത്ത് നോക്കിയിട്ട് ചോറ് കൂട്ടി കഴിക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.